ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് രശ്മി. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കേക്ക് ടോപ്പർ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇത് എൻ്റെ കൊച്ചിൻ്റെ 9th ബർത്ത്ഡേക്ക് അവൾക്ക് കിറ്റി കാറ്റ് ഒത്തിരി ഇഷ്ടമാണ്. സോ ആ തീമിൽ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു. സോ ഫുഡ് കളേഴ്സ് വെച്ച് ഒരു കിറ്റി കാറ്റിനെ പെയിന്റ് ചെയ്തു. ഞാൻ ഗം പേസ്റ്റിന്റെ മുകളിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ചെറുതായിട്ട് ഫന്നിയാണ്. സോ ഇതിനെ ഗം പേസ്റ്റിന്റെ മുകളിലാണ് ചെയ്തത്. ലാസ്റ്റ് ഇയർ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഫോണ്ടന്റിന്റെ മുകളിലാണ് പെയിന്റ് ചെയ്ത്. ഫോണ്ടന്റിൽ പെയിന്റ് ചെയ്തപ്പം നല്ല അടിപൊളിയായി വന്നു. ഈ കൊല്ലം ഗം പേസ്റ്റിന്റെ മുകളിൽ പെയിന്റ് ചെയ്തു, നല്ലോണം വന്നു. ഗം പേസ്റ്റിന്റെ മുകളിൽ പെയിന്റ് ചെയ്യാൻ കാരണം ഇത് നല്ല സ്റ്റിഫായി നിൽക്കും. ഗം പേസ്റ്റ് ഫോണ്ടന്റ് കുറച്ചിങ്ങനെ അത്ര സ്റ്റിഫായി നിൽക്കത്തില്ല. കവർ ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതാണ്, കേക്കിനെ കവർ ചെയ്യാൻ ഫോണ്ടന്റ്. ബട്ട് ഗം പേസ്റ്റിലാണ് നമുക്ക് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലത്. ഈ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഏത് കളറാണ് യൂസ് ചെയ്ത് എന്നതാണ് യൂസ് ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. So let's go to the video. So let's get started. സോ ഫസ്റ്റ് ഈ കിറ്റിയുടെ ഒരു റഫ് ആയിട്ടൊരു ഔട്ട്ലൈൻ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് സെപ്പറേറ്റ് ആയിരിക്കണം, നമ്മൾ വേറെ പെയിൻറ്റിങ് യൂസ് ചെയ്യുന്ന ബ്രഷ് അല്ല. പിന്നെ ഫുഡ് കളേഴ്സ് എടുത്തിട്ടുണ്ട്, ജെൽ ഫുഡ് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മോഡൽ ചെയ്യുന്നത് ഞാൻ ഗം പേസ്റ്റ് വെച്ചിട്ടാണ്, ഫോണ്ടന്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഗം പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ എങ്ങാനും ടു മച്ച് സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫെക്ഷണൽ ഷുഗർ ഇല്ലെങ്കിൽ ഐസിങ് ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആ മോയ്സ്ചർ കളയാൻ വേണ്ടി, ഡ്രൈ ആയി വെക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഗൺ പേസ്റ്റ് ആയതുകൊണ്ട് ഇത് നല്ല ഒരു 1 ഡേ പ്രീവിയസ് ഡേ ഒക്കെ ആക്കി വെച്ചാലും നല്ല സ്റ്റിഫായിരിക്കും. ഫോണ്ടന്റ് ആണെങ്കിൽ ഇത്ര സ്റ്റിഫായി ഇരിക്കത്തില്ല. സോ ഫോണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് മുമ്പേ ഉണ്ടാക്കി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തിക്ക് ലെയറാണ് എടുക്കണേ. ഇത്രയും തിക്ക് ലെയറിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. നമുക്ക് കുറച്ച് ഗം പേസ്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിന്നായിട്ടാണെങ്കിലും ചെയ്യാം. ഇതിനിപ്പോൾ തിക്കാക്കിയത് അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ടൂത്ത് പിക്ക് അത് സ്ക്രൂവേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓൺ സേഫർ സൈഡ് ഞാൻ ഇച്ചിരി തിക്കായി കൊടുത്തേ ഉള്ളൂ. ഇതിന് പ്രീവിയസ് ഡേ ആണ് ഉണ്ടാക്കി വെച്ചത്. ഞാനിപ്പോൾ കിറ്റിയുടെ ആദ്യം ഓർത്ത ഐഡിയ ബാക്കിൽ ഇങ്ങനെ ടെയിൽ കൊടുക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ അതിൻ്റെ പോസ് അതും കൂടി ഒന്ന് കവർ ചെയ്യാന്ന്. സോ അത്രയും പെയിൻറ്റ് ചെയ്യണ്ടല്ലോ, ഈ ടെയിൽ വെച്ച് അത്രയും കവർ ആയിക്കോളും. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ടഫസ്റ്റ് പാർട്ട്, ഡ്രോ ചെയ്യാൻ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ബിക്കോസ് അലൈൻമെൻറ്റ് കറക്റ്റ് വന്നില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എങ്ങാനും മിസ്റ്റേക്ക് ആയാലും നമുക്കതിനെ വാഷ് ചെയ്ത് കളയാം. ബട്ട് സ്റ്റിൽ ആ ഫുഡ് കളറിൻ്റെ സ്റ്റെയിൻ കുറച്ച് കാണും, ബിക്കോസ് നമ്മൾ വൈറ്റിൻ്റെ മുകളിലാണല്ലോ പെയിൻറ്റ് ചെയ്യണത്. സോ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് എവിടെയാണ് ഉള്ളതെന്ന് ആ പിക്ചർ, നമ്മുടെ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് അതൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. അത് സെൻറ്ററിലായിരിക്കണം. പിന്നെ അതേപോലെ വൺ സൈഡിൽ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ, എക്സാക്ട് റിഫ്ലക്ഷൻ ആയിട്ട് മറ്റേ സൈഡിലും ഡ്രോ ചെയ്ത് കൊടുക്കണം. സോ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് കളറാണ്. ഈ നോസിന് ഞാൻ പിങ്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. പിങ്ക് പിന്നെ കുറച്ച് റെഡും യൂസ് ചെയ്യുന്നുണ്ട് സൈഡ്സിൽ. പിന്നെ പിങ്കിൻ്റെ ലൈറ്റർ ഷെയ്ഡ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അതിനെ വാട്ടറിയാണ് ആക്കിയത്. ബിക്കോസ് നമ്മുടെ ബേസ് വൈറ്റ് ആണല്ലോ, ഗം പേസ്റ്റ് വൈറ്റ് ആയതുകൊണ്ട് അതിനെ ലൈറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് വാട്ടറി പെയിൻറ്റിനെ ലൂസാക്കി കൊടുത്താൽ മതി. യൂഷ്വലി നമ്മൾ ടോപ്പേഴ്സ് കാണുന്ന അതിനെ
ഇങ്ങനെ 3D മോൾഡ് ചെയ്താണ് ഉണ്ടാക്കണേ. നമ്മൾ ഭയങ്കര റെയർലിയാണ് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യണ കാണാറുള്ളത്. സോ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും സിമ്പിളായിട്ടുള്ളത് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു റോസിൻ്റെ ഫ്ലോറലായിരുന്നു ഡ്രോ ചെയ്തത്. അത് ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ അതും നല്ല ഭംഗിയായി വന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല, ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കിഡ്സ് ബർത്ത്ഡേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേവററ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഒന്നോടെ സിമ്പിളായിരിക്കും ഡ്രോ ചെയ്യാൻ. അതിപ്പം ഡയറക്റ്റ്ലി ഇങ്ങനെ ടോപ്പർ അല്ലാതെ കേക്കിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് ഇട്ട് നമ്മുടെ കേക്കിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ലൈറ്റ് കളർ കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ കളറിന് കുറച്ച് ടിഷ്യൂ വെച്ചെടുത്തിട്ടുണ്ട്. ഡാബ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കളറ് ഡയറക്റ്റ്ലി മറ്റേ പീസിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു സൈഡിൽ കുറച്ചൊരു ടെസ്റ്റർ പോലെ വെച്ചിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. നമ്മുടെ കളേഴ്സ് എങ്ങനെയാണെന്ന് അറിയണം. ബിക്കോസ് ഈ ഫുഡ് കളേഴ്സ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ ആക്രിലിക് പെയിൻറ്റ്സിൻ്റെ കാട്ടും. നമ്മുടെ എല്ലാ ആർട്ടിലും ചെയ്യണ പോലെ കുറച്ച് ബ്ലാക്ക് ഇട്ടിട്ട് അതിൻ്റെ ഷാഡോസൊക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അന്നേരം ക്യാരക്ടറിൻ്റെ ഷേപ്പ് വന്നു തുടങ്ങും. ഇതിൻ്റെ മെയിൻ പാർട്ട് ഐസാണ്. സോ ഐസ് ഞാൻ ലാസ്റ്റ് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ടൈം ലാപ്സ് ഒന്നും ചെയ്തിട്ടില്ല, റിയൽ ടൈം വെച്ചാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ്, ഇത്രയും സ്ലോ ആയിട്ട് വെരി കെയർഫുൾ ആയിട്ട് ഡ്രോ ചെയ്യണം. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിനെ ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിലും ഇൻ കേസ് ആയിന്നുണ്ടെങ്കിലും കുറച്ചൊരു ടിഷ്യൂവിനെ വെറ്റ് ചെയ്തിട്ട് അതിനെ ഡാബ് ചെയ്തെടുക്കാം.
clear to see. From up here, the world seems small. We can sit together. It's so beautiful. ഐസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആയ പോലെയായി. നല്ല ബ്യൂട്ടിഫുള്ളായി വന്നിട്ടുണ്ട്. ഐസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ ഹാപ്പിയായി. അത് ഇച്ചിരി ടഫസ്റ്റ് ആയത് കൊണ്ട് ലാസ്റ്റ് വെക്കണോ ഇല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ അത് ഡ്രോ ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ടഫുള്ളത് ഫസ്റ്റ് തന്നെ ഡ്രോ ചെയ്ത് മിസ്റ്റേക്ക് ആയി പിന്നെ മറ്റേ ചെയ്തതൊന്നും വേസ്റ്റ് ആകത്തില്ലല്ലോ. ബട്ട് സ്റ്റിൽ ഞാനോർത്തു ഐസ് ലാസ്റ്റ് ചെയ്യാന്ന്. അന്നേരം എൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് വരത്തുള്ളൂ. സോ ഇതിൻ്റെ ബോഡിയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇത് വളരെ ഈസി ആയിരുന്നു ബോഡി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ബിക്കോസ് ഇതിൻ്റെ മുകളിലൊരു ബോം കൂടിയും വരും. സോ അത് കവേർഡാണ് മോസ്റ്റ്ലി. പിന്നെ എല്ലാവരും നോക്കുകയാണെങ്കിലും അത് ഒബ്സർവ് ചെയ്യണത് ഫേസാണ് അതിൻ്റെ മെയിനായിട്ട്. സോ ഇതിനെ പെട്ടെന്ന് അങ്ങ് ഡ്രോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ടെയിൽ വെച്ച് എൻ്റെ ലെഗ്സൊക്കെ കവർ ചെയ്തുകൊണ്ട് അത്രയും പാട്ട് ഡ്രോ ചെയ്യേണ്ടി വന്നില്ല. ഇതെൻ്റെ മോൾക്ക് സർപ്രൈസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. സോ അവൾ ക്ലാസ് ഉള്ള ടൈമിലും പിന്നെ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് കുറച്ച് ഡാർക്കായിട്ട് കാണാമായിരിക്കും. അത് ലൈക്ക് നൈറ്റ് 12 o'clock ഒക്കെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. ഇത് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചില്ല. ബോക്സിലിട്ട് കവർ ചെയ്താൽ ഇങ്ങനെ സ്റ്റിഫാകത്തില്ല, ഹാർഡാകത്തില്ല. ഹാർഡായാൽ മാത്രമേ ടോപ്പർ മുകളിൽ ഇങ്ങനെ നേരെ നിൽക്കത്തുള്ളൂ കേക്കിൻ്റെ. അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ ഈ സ്പ്രെഡ് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തതേ ഉള്ളൂ. സോ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊക്കെ എയർ കയറും അതിന് വേണ്ടി. പിന്നെ ഹൗസ് ഫ്ലൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കൊലാൻഡർ ഇല്ലെങ്കിൽ ഒരു മെഷ് വെച്ചിട്ട് അതിനെ കമത്തി വെച്ചാൽ മതി. ഹോൾസ് ഉള്ളപ്പം അതിൻ്റെ എയർ പാസ്സായിക്കോളും. പിന്നെ ഇത് കുറച്ച് ഹാർഡാകുമ്പോൾ മേ ബി ഒരു 3-4 hours കഴിയുമ്പം അതിനെ സ്ക്യൂവർ വെച്ചിട്ട് അതിനെ രണ്ടിനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈവൻ താഴെ ഒരു സ്ക്യൂവർ വേണം അത് കേക്കിലോട്ട് ഫിക്സ് ചെയ്യാനുള്ളത്. ബോ നല്ല തിന്നായും കൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയി. പിന്നെ ഒരു യാൻ്റെ ഒരു ബോളും കൂടി റഫായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ഗം പേസ്റ്റാണ്. ഈ ബോ ഞാൻ ബാക്കിൽ നിന്നൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേക്ക് കട്ടിങ് വീഡിയോ കാണാൻ മറക്കരുത്. Rachel, give it to me. How do I take this piece out? That's okay. Be careful with that. Take that off. Take that off. It's so beautiful
You and me